ಸರ್ 15 ಕಿಲೋಮೀಟರ್ ಆಯ್ತು. ಏನಾದ್ರು ನೀನು ಅಷ್ಟಕ್ಕಾಯ್ತಾ? ನಿಂದು ಲೈಸೆನ್ಸ್ ಎಲ್ಲಿ? RC ಬುಕ್ ಎಲ್ಲಿ? ಟೋಕನ್ ಎಲ್ಲಿ? ತರ್ಸೋ. ಸರ್ ಏನ್ ಮಾಡ್ಬೇಡ. ಏನ್ ಮೀಟರ್ ಇದು? ಆ ಗಾಡಿ ಪೊಲೀಸ್ ಸೀದಾ ಬಿಟ್ಬಿಟ್ಟು. ನನ್ನ ಸರ್ ಒಟ್ಟಪಾಡಿಗೆ ದಯವಿಟ್ಟು ಏನ್ ಮಾಡ್ಬೇಡ ಸರ್. ನಿನ್ ಪಾಕೆಟ್ ಇಲ್ಲಿ ಎಷ್ಟಿದು? ಏನ್ లేదు. ಸದಿಗೋ ಹೋ. ಏನ್ ಮಾಡ್ತ ನೀವು ಇಲ್ಲಿ ಮಾತಾಡ್ತಾ ಯಾರೇನು ಇಲ್ಲ ಅಂತ ತಿಳ್ಕೊಂತೀಯಾ? ഓ മാരക കേസ് കിട്ടാണല്ലോ. എന്താ മാരകോ? ഹലോ 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 അല്ല പൈലോ, HC പൈലോ. താൻ എവിടുന്നാ? ഞാൻ കുറെ ദൂരം. അവിടെ പോലീസ് ഇല്ലേ, ലോ ആൻഡ് ഓർഡർ ഇല്ലേ, ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഇല്ലേ, ട്രാഫിക് റൂൾസ് ഇല്ലേ, അബ്കാരി ആക്ട് ഇല്ലേ? എന്തോ വേണം സാറേ? നിയമം നടപ്പിലാക്കണം. ഓ ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങ് കേരളത്തിലെ പൂഞ്ഞാറ്റിച്ചെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടങ്ങ് നടപ്പിലാക്ക് സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ? പോ. ഞാൻ പോണോ സാറേ? അല്ലേ വേണ്ടി ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. അച്ചായൻ ഇതെന്താ ഇത്? സർപ്രൈസ് വിസിറ്റ്? ഒന്നുമില്ല, അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് പോന്നേക്കാന്ന് വെച്ചു. നാളെ ഇവിടെ ടൗണിൽ ഇച്ചിരി പണിയുണ്ട്. പിന്നെ എന്നാ ഉണ്ടേ? എത്ര കാലം കൊണ്ട് വിളിക്കുന്നതാ, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. എല്ലാം ഒന്ന് ഒത്തുവരണ്ടേ? എന്നാ ഉണ്ട് വിഷ്ണു? അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ റൂമൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ഹോസ്റ്റലിൽ പോകാം. കൊള്ളാം, നല്ല കലക്കം ക്യാമ്പസ്. ക്യാമ്പസ് ഒക്കെ കൊള്ളാം, പക്ഷെ പിള്ളേര് പിഴയാ. അതിപ്പോ ഒരു കോളേജ് ആകുമ്പോ അടിച്ചുകൂടി പാർട്ടീസ് കാണത്തില്ല. ചോദിച്ച നല്ല ടൈമിനാ വന്നത്. നാളെ ഞങ്ങളുടെ ഹൗസസ് കോമ്പറ്റീഷനാ, വെസ്റ്റേൺ ഓർക്കസ്ട്ര. ഇവിടെ നമ്പർ 1 ആയാലും ഇന്റർ കോളേജിന് സെലക്ഷൻ ഉണ്ട്. ഞങ്ങൾ സ്നാപ്പിന്റെ നമ്പറില്ലേ ജുംബാഹോ, അതാ കാച്ചുന്നത്. അത് കൊള്ളാമല്ലോ, മാരക നമ്പർ അല്ലേ? ആകെ ടെൻഷനാ, ലേഡീസുകാരെയാ പേടി. ചുമ്മാ വെച്ച് കയറുന്നു. അപ്പൊ എന്തായാലും അച്ഛാ ഞങ്ങൾ ഇതിന്റെ പ്രോഗ്രാം കഴിഞ്ഞാ വിടുന്നുള്ളൂ. Sorry, please. I beg you, I'm getting mad. Sorry, please. Could you listen to me, please? Sorry, I cannot tolerate this. Sorry, please. Please. ഡ്രഗ് സമയത്തിന് കിട്ടാതാവുമ്പോ Oh my God. നിങ്ങളുടെ നീ എപ്പോഴാണ് അടുത്തോടെ കഴിഞ്ഞിട്ട് നടക്കുകയല്ല ചായ. എന്നാടാ ഡ്രംസ് പ്ലേ ചെയ്യുന്ന ശല്യം, അവൻ വരില്ലേ? അതന്നെ ഫൈനൽ ടിസിക്കാർ സ്വാമിക്ക് കാശ് കൊടുത്തതാ. അവനെ സ്വാമി ഹോസ്റ്റൽ റൂമിലിട്ട് പൂട്ടിയിരിക്കുക. പുറത്തിറങ്ങിപ്പോയ കൈവെട്ടുവെന്നാ. ചേടാ ചെയ്ത്തായി പോയല്ലോ. ഏതാണ് ഈ സ്വാമി? ഇന്നലെ പറഞ്ഞില്ലേ ഈ ഡ്രഗ്സിന്റെ എല്ലാം. അവനെ പേടിയാ എല്ലാവർക്കും. അവൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഓ എന്നാ പോപ്പാ, ശല്യ പൊക്കൊണ്ട് പോരണോ? സെലക്ഷൻ ഞങ്ങൾക്ക് ഷോറാന്ന് എല്ലാവർക്കും. പക്ഷെ ഇതിപ്പോ ചീറ്റിയില്ലേ, കഷ്ടം. സ്നാപ്പിന്റെ ജുംബാവോ ഇല്ലേ, ഒരൊറ്റ തവണ റിഹേഴ്സൽ എടുക്കാൻ ടൈം കിട്ടുമോ? ഡ്രംസ് ഞാനടിക്കാവുന്നേ. അതെങ്ങനെയാ ചായ? ഔട്ട്സൈഡർ കയറി പ്ലേ ചെയ്ത് അവർ സമ്മതിക്കത്തില്ല. നീ ചുമ്മാ ഇരടാ, വകുപ്പുണ്ടെന്നേ ജോണിച്ചല്ലേ പറയുന്നേ. I go maya, Zumbai. I go maya, Zumbai. I go maya, I go maya, Zumbai. I go maya, Zumbai. I go maya, Zumbai. I go maya, I go maya. അവൻ ഔട്ട്സൈഡറാ ഡ്രംസ് അടിക്കുന്നേ.
വിട്ടോടാ വിട്ടോ. വിടരുത്, എന്റെ മുറിയിലേക്ക് കൊണ്ടുവാ. അതെടുത്ത് മാറ്റണോ? എന്റെ പൊന്ന് സാറേ, സത്യത്തെ അലമ്പുണ്ടാക്കാൻ വേണ്ടി അല്ല കേട്ടോ. താൻ ഇങ്ങോട്ട് മാറിയെന്ന്, ഇങ്ങോട്ട് മുമ്പോട്ട് വാടോ. ആര് പറഞ്ഞിട്ടോ താൻ ഈ സ്റ്റുഡൻസിന്റെ കൂടെ സ്റ്റേജ് കയറിയത്? ആരും പറഞ്ഞിട്ടില്ല. സിറ്റുവേഷൻ എങ്ങനെയാ ഞാനും കയറിയെന്നേ ഉള്ളൂ. എന്ത് സിറ്റുവേഷൻ? സാറേ, ഡ്രംസ് വായിക്കുന്ന ഷെല്ലി എന്ന പയ്യനെ ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിട്ട് പൂട്ടിരിക്കുക. ആര് കൂട്ടിയത്? ഷെല്ലിയെ സ്വാമി ഹോസ്റ്റൽ റൂമിൽ പൂട്ടിയിട്ടിരിക്കുക സാർ. അപ്പൊ പിന്നെ ഇവരെന്നാ ചെയ്യാനാ സാറ് പറ. ഞാൻ പിന്നെ മ്യൂസിക്കിന്റെ ഫീവറിലും കയറുകയും ചെയ്തു. പിന്നെ ഈ പിള്ളേരായിട്ട് തല്ലുമ്പോ ഞാൻ എങ്ങനെ സാറേ നോക്കി നിൽക്കുന്നത്? ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ തലവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളൊക്കെ പൊക്കോളി. ആ താൻ അവിടെ നിന്ന് താൻ ആ ഡ്രംസ് പ്ലേ ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ തല്ലും അതൊരു അത്യാവശ്യമായിരുന്നു. ആ തല തെറിച്ചവന്മാർക്ക് രണ്ട് കിട്ടേണ്ട കാലം കഴിഞ്ഞതാ. തന്നെപ്പോലെ ഒരുത്തൻ ഈ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് നെഞ്ചു വിരിച്ച് നടന്നേനെ. എനിവേ, നൈസ് ടു മീറ്റ് യു. ഐ എം കല്യാണരാമയ്യർ. ജോണി വർഗീസ്. ഈ കോളേജ് ലൈഫ് ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അതിന്റെ നഷ്ടം ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ഹലോ ജോണി വാക്കർ, ഗുഡ് ഈവനിങ്. ആ വന്നാട്ടെ സാറേ. പോയില്ലേ അല്ലേ? പോയെങ്കിൽ ഇവിടെ കാണുമായിരുന്നു. ഏതാ വാക്കർ ഈ പിള്ളേര് സെറ്റ്? എന്താ വിളിച്ച? വാക്കർ? ജോണി വാക്കർ. ആ, നല്ല പേര്. ചളവാക്കിയല്ലോ എന്റെ സാറേ. ഇനി ഇവന്മാരെ എന്നെ അതേ വിളിക്കൂ. നല്ല വീശാണല്ലോ. ഒരു വീർ വിടുന്നോ? ഏയ് ബിയറൊക്കെ നിങ്ങൾ പിള്ളേർ കുറച്ച് വയറും നിർപ്പിച്ച് മുള്ളിക്കളയാ. എനിക്ക് ഹോട്ട്സ് ആണ് ഇഷ്ടം. അങ്ങനെ കൊച്ചാക്കാതെ സാറേ, നമ്മളും ഹോട്ട്സിന്റെ ആളാ. എത്ര എണ്ണം വിടും ഒരേ ഇരിപ്പില്? ഒന്നാഞ്ഞിരുന്ന ഒരു ഫുള്ള്. അയ്യോ ഇളനിങ്ങനെ കൊച്ചാക്കണ്ട. വാങ്ങിച്ചാ കാണിച്ചു തരാം. ശരി, ഞാനിപ്പോ നല്ല ബിയറിന്റെ പുറത്ത് നിൽക്കുക. ഇനി തുടങ്ങിയാലും ഹെഡ് കോൺസ്റ്റബിൾ അത്തെ അടിക്കുന്ന എന്റെ 10 പേക്ക് കൂടുതൽ ഞാൻ അടിക്കും. എന്നാ പറയുന്നത്? ചുമ്മാ ഡാവടിക്കാതെ വാക്കറേ. വേണ്ട, പന്തയം വെച്ചോ. നിങ്ങൾ ജയിച്ച 50 ഫുൾ ജോണി വാക്കർ. വേണ്ട, എനിക്ക് എന്റെ കാശിങ് എന്നാ മതി. ശരി, അപ്പൊ ഞാൻ ജയിച്ചാലോ? ജയിച്ച പിന്നെ ഒരു ഫുൾ ജോണി വാക്കർ. ഓക്കെ ഓക്കെ. ആ വെക്ക്. മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ഒന്നെടുത്ത് വീട്ടിലെത്തിച്ചേക്കണേ. അച്ഛൻ പറയുന്നത് കേക്ക്. Give the balance as my gift. അപ്പൊ ഞാൻ വിട്ടേക്കുവാ. 2 ദിവസം പോയത് അറിഞ്ഞില്ല. എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. അപ്പോഴേ അടുത്ത വെക്കേഷൻ എല്ലാരും ചേർന്ന് വന്നേക്കണം. ഓക്കെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ.
ചേട്ടനൊരുത്തിന് ഇവിടെ വന്ന് വിലസിയെന്ന് കേട്ടല്ലോ. ഇനി എങ്ങാൻ അവനിവിടെ കാലുകുത്തിയാലുണ്ടല്ലോ, ഇത് സ്വാമിയാ. മൈൻഡ് ഇറ്റ്. ഏയ്, എന്റെ കീ കാണുന്നില്ല. ബോബി, ദാവന്റെ റൂം തുറന്നു നടക്കുന്നു. ഓ, ഞാൻ പോയില്ലടാവേ. കുറെ ദൂരം ചെന്നതാ, പിന്നെ ഓർത്ത് തിരിച്ചു വിട്ടേക്കാവുന്നു. അച്ഛാ, എന്നാ പറ്റി? എല്ലാരും ഒന്ന് എളുപ്പം റെഡിയാക്കിയേ, നമുക്കൊന്ന് പുറത്തു പോകണം. ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ടാവുകയെ. നിങ്ങൾ എളുപ്പം റെഡിയാക്കിയേ. ചെലേ. ഞാൻ പറയുമ്പോ കളിയായിട്ട് എടുക്കരുത്. സംഭവം വളരെ സീരിയസാ. ഞാൻ ഒരുപാട് ആലോചിച്ചു. ജോണിച്ചായ, വെറുതെ ഞങ്ങൾ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. വാക്കറെങ്കിലും പറയുന്നു. എനിക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാനും കൂടെ നിങ്ങളുടെ കോളേജിൽ അങ്ങ് ജോയിൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. ഐഡിയ കൊള്ളാം, പക്ഷേ അഡ്മിഷൻ കിട്ടുമോ? ഏയ്, അത് നടക്കുകയില്ലെന്ന്. എന്താ നടക്കത്ത്? ഏജാണ് പ്രശ്നം. നടന്ന് കിട്ടിയാ നമ്മളൊരു കലക്ക് കലക്കും. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നൽ വരാൻ? എനിക്ക് മടുത്രാവേ. തോട്ടത്തിലെ ആ ഒരു എത്ര കാലം ഇത് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കഴിയുമ്പോ കൊതിച്ചു പോവാ. നടക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. എന്നാലും പ്രിൻസി ഒന്ന് കണ്ടാലോ? അത് നല്ല ഐഡിയ. അയ്യോ സാറേ, കുടിക്കടോ. നടക്കും, ഇല്ലെങ്കിൽ നടത്തും. മനസ്സിലായില്ലേ? ഞാനാ പറയുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, അയാൾ എന്റെ സ്റ്റുഡന്റാ. വേണ്ടി വന്നാൽ ഞാൻ അവിടെ വരെ പോകും. പിന്നല്ലേ ഈ കോളേജ് മാനേജ്മെന്റ്. ജോണി, താൻ ധൈര്യമായിട്ടിരിക്കുക. ഏറ്റവും അടുത്ത് തന്നെ താൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു. പോരെ? ഫൂളിഷ്നസ്, അട്ടർ ഫൂളിഷ്നസ്. പ്രിൻസിപ്പൽ സാർ പറഞ്ഞ ഉദ്ദേശത്തെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മൈൻഡ് യുവർ ടങ് മിസ്റ്റർ പണിക്കർ. എന്താ ഫൂളിഷ്നസ്? അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്ക് വേക്കൻറ്റ് സീറ്റിൽ അഡ്മിഷൻ കൊടുക്കുന്നോ? അല്ല സാർ, അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ അല്ല, അയാളുടെ പ്രായം. എന്താ പ്രായത്തിന്? ഈസ് ഓൺലി 36. ഈ പ്രായത്തിൽ അയാൾ തുടർന്ന് പഠിക്കാൻ മുന്നോട്ട് വരികയല്ലേ? അപ്പൊ ആ സ്പിരിറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയല്ലേ വേണ്ടത്? എല്ലാം ശരി, പക്ഷെ ഈ പറയുന്ന ജോണി വർഗീസ് കുഴപ്പക്കാരനാണ്. കഴിഞ്ഞ ദിവസം അയാൾ ഈ ക്യാമ്പസിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ സാറിന് ഓർമ്മയുണ്ടല്ലോ. നിർത്തണം മിസ്റ്റർ. ഈ കോളേജിൽ വലിയൊരു വിഭാഗം കുട്ടികൾ ഡ്രഗ് അഡിക്ട്സ് ആണെന്ന് മിസ്റ്റർ പണിക്കർക്ക് അറിയാമല്ലോ. അതിന് കാരണക്കാരനായ ഒരുത്തന്റെ പേരിൽ ഇതേ ബോർഡിന്റെ കീഴിൽ മരിച്ചുപോയ നമ്മുടെ സഹപ്രവർത്തകൻ ഒരു കംപ്ലൈന്റ് തന്നിരുന്നതാ. എന്നിട്ട് എന്തായി അറിയാമല്ലോ? ഇന്നും മയക്കുമരുന്ന് കച്ചവടവുമായി അവൻ ഈ കോളേജിലുണ്ട്. അവനെ നിങ്ങൾക്ക് ഇവിടെ പൊറപ്പിക്കാമെങ്കിൽ ജോണി വർഗീസിന് ഒരു അഡ്മിഷൻ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. യൂണിവേഴ്സിറ്റി തീരുമാനമൊക്കെ പുറകെ വരും. പക്ഷെ അടുത്ത വർക്കിംഗ് ഡേ മുതൽ ജോണി വർഗീസ് ഫസ്റ്റ് DC എക്കണോമിക്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കും. അതെന്റെ തീരുമാനമാണ്. 31, 32, 33, 34. 41. സാറേ, ഞാൻ തന്നെയാണ് 34. So what? വാതിൽ വെളിയിൽ നിന്ന് കൂവയാണ് വേണ്ടത്. Get in. Silence! Silence! Stop it! Come on. Once again, I am starting from the basic economic systems. The economic system can be defined as some total of arrangements. എന്താണ് ഇത്? ടേപ്പ് റെക്കോർഡറാണ് സാർ, സാറിന്റെ ലെക്ചർ. തനിക്ക് എന്താ എഴുതി എടുക്കാൻ പറ്റില്ലേ? ഓ, ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല സാറേ. ടൈപ്പ് റൈറ്ററാ പതിവ്. അതിപ്പോ ക്ലാസ്സിൽ കൊണ്ടുവന്ന ശബ്ദത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാ. Silence! The economic systems can be defined as the sum total of the arrangements made for production and distribution of goods and services. You know, there are three: capitalism, socialism, and mixed economy. You know, America is a good example for capitalism, Russia for socialism, and our country is a mixed one. Sir, What? sir, I have a doubt. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ടത്തിൽ എഴുന്നള്ളിക്കല്ലേ. എന്താ തന്റെ ഒരു ഡൗട്ട്? സാറേ, ഈ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ടല്ലോ. അതിന് ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ 3 രാജ്യങ്ങളിലും ആ വ്യവസ്ഥകളുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലേ?
ഉദാഹരണത്തിന് അമേരിക്ക മുതലാളിത്ത രാജ്യമാണെന്ന് പറയുന്നു. പക്ഷെ അവിടെ ടാക്സേഷൻ ഇല്ലേ, ബഡ്ജറ്റിംഗ് ഇല്ലേ? അപ്പൊ വ്യക്തിഗതമായ ആദായത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റ് പിടിച്ചു വാങ്ങുന്നുണ്ട്. What nonsense are you saying? You don't know the fundamentals of economics. I am talking about the baselessness of the fundamentals of economic science. In a capitalist country, production and distribution are entrusted to the individuals and organizations who is having a particular aim. Through budgetary provisions and taxation policies, is not the government trying to interfere in the free play of the capitalistic forces? If so, do we have a real capitalism in those countries? Now let us take the case of Russia or any other socialist country. Such a situation envisages social control over production and distribution there. Don't the workers get bonus there? Has it not created two classes of laborers? Don't some of them enjoy luxuries like cars and houses? If so, what is meant by the term collective ownership? A mixed economy is expected to ensure the combination of the points of both. But what about post and telegraph, information and broadcasting and railways, which are completely under state control? In that case, this classification is meaningless. Thank you, thank you. അയാളെ ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നതല്ലേ പണിക്കരെ അന്തസ്? അയാൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തതിന് സാറിന് എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ. പോകൃത്തരം പറയുന്നു. കേട്ടോ പുറത്ത്. സാർ, ഐ സേ ഗെറ്റ് ഔട്ട്. മൃദുല മിസ്, മീറ്റ് മിസ്റ്റർ ജോണി വാക്കർ. ന്യൂ അഡ്മിഷൻ ആണ്. മിസ് ശരിക്കും ചേട്ടാന്ന് വിളിക്കണം. Silence. In the last class, I told you about one Alfred Noyes, whose works are not mentioned in the major poetries. But one of his poems, The Highwayman, is a lovely romantic work about which we shall go through in this class. The wind was a torrent of darkness among the gusty trees. The moon was a ghostly galleon tossed upon cloudy seas. The road was a ribbon of moonlight over the purple moor, and the highwayman came riding, riding, riding. The highwayman came riding up to the old inn door. I'll come to thee by moonlight, thou hell should path away. What happened? Nothing. Sorry, madam. പിന്നെ ചിരിച്ചത്? ഞാനത് മനസ്സിൽ കാണുകയായിരുന്നു ടീച്ചറെ. നിലാവിന്റെ റിബൺ പോലെയുള്ള നാട്ടുവഴിയിലൂടെ കുതിരപ്പുറത്ത് വരുന്ന ആ കൊള്ളക്കാരൻ. നിങ്ങളത് തമാശ കാണിക്കാണോ? പഠിക്കാനല്ലേ ജോയിൻ ചെയ്തത്? ആർക്കും ഇതൊരു തമാശയായിട്ടേ തോന്നൂ, എനിക്കൊഴിച്ച്. പക്ഷെ ഞാൻ സീരിയസ് ആണ്. ഐ എം റിയലി സീരിയസ്. മൃദുല, അവൻ ക്ലാസ് കുഴപ്പമുണ്ടാക്കിയല്ലേ? ഇല്ല. എന്നാ ഉണ്ടാക്കും. അവൻ ആള് ശരിയല്ല. വയസ്സുകാലത്ത് പഠിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. അവൻ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താൽ മൃദുല എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മാനേജ്മെന്റ് പ്രസന്റ് ചെയ്തോളാം. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാക്കിയാലല്ലേ പറ്റേ. പ്രിൻസിപ്പാൾ പറഞ്ഞു കേട്ടല്ലോ, സെന്റ് ഫിലോമിനാസിനെ പുറത്താക്കിയതാന്ന്. ഇവിടത്തെ കുട്ടികളോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട. ദോഷം നിനക്കല്ല, പ്രിൻസിപ്പാളിന്. ഇയാളുടെ തടക്കം ഇപ്പൊ തന്നെ പലരുടേതായി കാല് പിടിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ നിനക്ക് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങ് പൊയ്ക്കോളണം നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. അല്ലാതെ എന്നെ ഇനിയിട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഹോസ്റ്റലിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരെ എന്ന് എന്റെ മേഡറിനെ കണ്ടാൽ മതി. ഞാൻ ഇറങ്ങാം. ആ, ഇന്ന് രാത്രി ഞാൻ സൗദിക്ക് വിളിക്കും. നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വല്ലതും പറയാനുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ആണല്ലോ ആദി. സ്നേഹം വേണോന്ന് ഞാൻ പറയുന്നില്ല, അല്പം നന്ദിയെങ്കിലും കാണിക്കാം അവരോട്. ആ കണ്ണീര് തുടച്ചു കളയും. ഈ മുഖത്തിന് അത് ചേരില്ല. നമ്മൾ എങ്ങോട്ടാ ചായ? നടങ്ങടാവ് എത്തുമ്പോ അറിയാലോ.
എങ്ങനെ ഇഷ്ടപ്പെട്ടോ വീട്? ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇന്ന് മുതൽ ഇങ്ങോട്ട് താമസം മാറ്റുന്നു. ആ കാലിത്തൊഴുത്ത് പോലുള്ള ഹോസ്റ്റൽ മുറിയിൽ എങ്ങനെയാടാ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വേണ്ടേ? ഒരു ജോണി വാക്കർ സ്റ്റൈൽ. എന്റെ അമ്മച്ചിയോ, നമ്മൾ ഇങ്ങോട്ട് താമസം മാറണോ? ആ അതുകൊണ്ട് അടുത്ത വീട്ടിൽ ചില കളറൊക്കെ കാണുന്നുണ്ട്. സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കേട്ടോ, ചളവാക്കരുത്. അച്ചായ, അത് ടീച്ചറാ, മൃദുല ടീച്ചർ. ആ വരൂ. ആരാ? ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അടുത്ത് എന്നെക്കാൾ പ്രായമുള്ള ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട് എന്റെ ക്ലാസ്സിലെന്ന്. ഇതാണ്. ആ അതിപ്പോ നീ പറഞ്ഞ പോലെ ഒരു പ്രായമൊന്നും. ഞാനും പിള്ളേരും അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ടീച്ചറാ ഇവിടെ താമസിക്കുന്നത് ഇപ്പഴാ അറിഞ്ഞ. അപ്പൊ വന്നൊന്ന് പറഞ്ഞിട്ട് പോകാൻ തരും. നന്നായി. ഇവിടെ ഇവളും ഞാനും ഒരു പണിക്കാരിക്കുട്ടി മാത്രമേ ഉള്ളൂ. ഒന്ന് നിലവിളിച്ചാ കേൾക്കാൻ അടുത്ത ആളായല്ലോ. പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ത്രില്ല് കോളേജിൽ ജോയിൻ ചെയ്തപ്പോ ഉണ്ടോ? പിന്നെ ഇല്ലാതെ. നല്ല കോളേജാ. ഇവള് ഓരോ കഥകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതുപോലെ പോക്കിരി പിള്ളേര് പഠിക്കാനല്ല ഒറ്റയാളൊന്നും വരുന്നത്. നമസ്കാരം. നമസ്കാരം. താനെന്താ ഇവിടെ? ജോണി അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ഞാൻ ട്രൈ ചെയ്തപ്പോ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. വാടകയ്ക്കല്ല, ഞാനത് വിലക്ക് വാങ്ങിച്ചു. ഞാനങ്ങ് ചെല്ലട്ടെ, പിള്ളേര് ബഹളം. ഇത് അന്തസ്സുള്ള ഒരു താമസിക്കുന്ന ഏരിയ. ഒച്ചയും ബഹളൊന്നും ഉണ്ടാക്കാതെ കഴിയാൻ പറയണം. തൊട്ടടുത്ത വീട്ടിൽ എസ് ഐ പുട്ടണ്ണേ. എന്ന് കരുതി മനുഷ്യന് മുണ്ടാട്ടല്ലാണ്ടിരിക്കാൻ പറ്റുമോ? കുട്ടികളുടെ ഒച്ചയും ബഹളവും കേൾക്കുന്ന ഒരു രസമല്ലേ? ഞാനങ്ങ് പോയേക്കോ. അതെ, തന്റെ ഷൈനിങ് ഇത്തിരി കൂടുന്നുണ്ട്. തന്റെ വേഷം കെട്ടലൊക്കെ കൈ വെച്ചാൽ മതി. ഞാൻ എന്തുദ്ദേശിച്ചാ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. പണിക്കരേ, ക്യാമ്പസിനകത്ത് ഞാൻ ഡീസന്റാ എന്ന് വെച്ച് പുറത്തങ്ങനെയല്ല. തറയെന്ന് വെച്ചാ പൂലോക തറയാ. ഈ ഉപ്പുമാങ്ങാ പറഞ്ഞ പോലത്തെ മോന്നുണ്ടല്ലോ, നിലത്ത് പിടിച്ച് ഉറച്ചുകളയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്നാ ശരി, പറഞ്ഞ പോലെ. By land is meant the material and the force which nature gives freely for man's aid, in land and water, in air and light and heat. It includes all natural resources inside the soil and on the surface in fact. Everything which is not made by man and which can be collectively termed as free gifts of nature. In this widest sense, land includes all kinds of natural resources such as coal and metal, ore and farm, fishing grounds. ഒരുമാതിരി കോപ്പിടവാണ് കാണിക്കില്ല കേട്ടോ. സാർ എക്സ്ക്യൂസ് മീ, പോ. ക്ലാസ് നടക്കാണ്. എന്നാ ക്ലാസ്? അല്ല അച്ഛൻ ഇത് എന്നാ ഭാവിച്ചാ? അവിടെ കിളച്ചത് പാതി വേച്ചത് പാതി. കന്നുകാലിക്കാണെ കുളമ്പ് തീന. സൊസൈറ്റിക്കാരൻ കാശ് തന്നിട്ടില്ല. കറവക്കാരൻ ലൂക്കായ ചെന്ന് വിളിച്ചപ്പോ അത് വേറെ കുറിച്ച്. എന്താ ചന്ത ഇവിടെ ക്ലാസ് എടുക്കണ്ട ഇവിടെ? എന്താ ഇത്? ഇയാളേതാ? സാറൊന്ന് പഠിപ്പിച്ചേട്ടാ, ഞങ്ങൾക്ക് ഇച്ചിരി പറയാനുണ്ട്. അല്ല അറിയാമല്ല ഞാൻ ചോദിക്കുക. കതിരെ കൊണ്ട് വളം വെക്കാന്ന് പറഞ്ഞ മാതിരി ഈ വയസ്സാങ്കാലത്ത് പഠിക്കാൻ വന്നത് എന്നാ അസുഖത്തിന്റെയാ? എടാ അതിപ്പോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. മനസ്സിലാത്തോണ്ടാ ചോദിച്ചത്. എടോ നോക്കാനെ വലിയ വകുപ്പടിക്കാതെ വിട്ടോ. പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ, ഞാനങ്ങ് വന്നേക്കാം. എന്റെ തലവിധി. പിന്നെ കാശ് വല്ല ആവശ്യമുണ്ടോ? എത്തിക്കണോ? വേണ്ട വേണ്ട. കള്ളിച്ചിരി കൂടുതലല്ലേ? അതിന്റെ മുഖത്ത് കാണാനുണ്ട്. വല്ലോ ഇച്ചിരി ആഹാരം കൂടെ കഴിക്കണം. എന്നാ ഞാനങ്ങോട്ട്.
They call me Swami. എന്താ ക്ലാസ്സില്ലേ? പോയില്ല. Oh, good. Would you like to have an ice cream? ഒന്നും വേണ്ട. പറ്റില്ല. ഒരു ഐസ്ക്രീം. സ്വാമിക്ക് ഫ്രണ്ട്ലി ഫീലിംഗ്സ് ഉണ്ടായി കയറി പരിചയപ്പെടും. ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും. അത് പതിവാ. കഴിക്കണം. മാനേജർ, ബ്രിങ് വൺ ഐസ്ക്രീം. കഴിക്കൂ. Nice. ആരാ? ജോണി ഉണ്ട്. എവിടുന്ന? ഒന്ന് വിളിക്കൂ. ആര് വന്നിരിക്കുന്നെന്ന് പറയണം. ആ പുറപ്പെടാം. ഓ ഞാൻ വരുന്നു. ഞാൻ കാറിലിരിക്കാം. എങ്ങോട്ടാ? ഞാനൊരു സ്ഥലം വരെ പോവാ. നാളെ ഈവനിങ്ങേ വരൂ. എങ്ങോട്ടാന്ന് പറ. പുള്ളിയുടെ ഒരു കാര്യത്തിനാ. പുള്ളി ഏതാ? സിറ്റിയിലോട്ടാണെങ്കിൽ കയറും. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണമെന്നില്ല. ഞാനൊരു ഓട്ടോയിൽ. Come on, I'll drop you. Come on, get in. ഇവിടെ വന്നിട്ടുണ്ടോ? No. ഇറങ്ങും. ലെറ്റ്സ് ഹാവ് സംതിങ്. ഇവിടെ നല്ല ഐസ്ക്രീം കിട്ടും. ഞാൻ ബാങ്കിൽ പോവാണ്. അതിന് ടൈം ഇനിയുണ്ട്. ഗെറ്റ് ഡൗൺ. ബോബി, നിന്നെ തിരികെ ഇറങ്ങിയിരുന്നു. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ കാര്യം വെച്ചാ പറ. സെക്കൻഡ് ഡീസിലെ ഹാഷിമില്ലേ, അവനാ പറഞ്ഞത്. വൈകുന്നേരം വരെ ചാന്ദിനി സ്വാമിയോടൊപ്പം ഉണ്ടായിരുന്നു ബാക്ക് സ്പ്രിങ്ങിൽ. ടെൻഷൻ അടിക്കണ്ട. റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചവൾ ഹോസ്റ്റലിലേക്ക് പോയിന്നാ പറഞ്ഞേ. ഏതായാലും ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. ആ റാസ്കൽ സ്വാമി ആയതുകൊണ്ടാ പേടി. ആനി ജോണും ഇതുപോലെ. Shut up. എന്താ ബോബിക്ക് പറ്റിയത്? ഞാൻ ചോദിച്ചതിന് നീ ഉത്തരവൊന്നും പറഞ്ഞില്ല. എന്താ നിനക്ക് അവനുമായുള്ള കണക്ഷൻ? ഒന്നുമില്ല ബോബി, എന്നെ മനസ്സിലാക്ക്. ഒരേ കോളേജിൽ പഠിക്കുന്നവരല്ലേ? ഇന്നലെ മുഴുവൻ നീ അവന്റെ കൂടെ റെസ്റ്റോറന്റിലല്ലായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഉദ്ദേശിച്ച് പോയതൊന്നുമല്ല. സമയം ഒരുപാട് വൈകിയെന്ന് പിന്നെ ഞാൻ അറിഞ്ഞത്. ഇനി പോവില്ല ബോബി. ചാന്ദിനി നിനക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, കം ക്ലാസ്സിലേക്ക് പോവാം. നോ, ഫിനിഷ് യുവർ ഐസ്ക്രീം. വേണ്ട.
നോ കഴിക്കേ. കഴിച്ചില്ല? ഞാൻ എന്റെ പൊസസീവ്നെസ് അതുകൊണ്ടാ എന്തൊക്കെയോ ബഹളം വെച്ചത്. മതി, കൊള്ളില്ല. Yes, please. Ice cream. വേറെ ഇത് വേണ്ട, വേറെ തരൂ. ഇപ്പൊ ഇതേ സ്റ്റോക്ക് ഉള്ളൂ. ഇതില്ല, ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. സോറി. ഹലോ, can I help you? ഈ ഐസ്ക്രീം എനിക്ക് വേണ്ട. അന്ന് ഞാൻ സ്വാമിയുടെ കൂടെ വന്നപ്പോ കഴിച്ച ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഇതിനില്ല. ഐ വാണ്ട് ദാറ്റ് ഐസ്ക്രീം. It's not available now. പ്ലീസ്, ഒരെണ്ണമെങ്കിലും തരണം. Sorry, I can't help you. നാളെ വരൂ. എന്താന്നറിയില്ല, ചാന്ദിനി കഥ തുറക്കണില്ല. ചാന്ദിനി, ധൈര്യം വിടാതറ, അച്ഛനല്ലേ കൂടെ, അവക്കൊന്നുമില്ലടാ. ദ സെയിം കേസ്, ഡ്രഗ്സ്. ആ പെൺകുട്ടി സ്ഥിരമായി മയക്കുമരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഡ്രഗ്സ് കിട്ടാതെ വന്നപ്പോ വിത്ഡ്രോൾ സിംറ്റംസ് കാണിക്കുകയാണ്. ബട്ട് ഡോക്ടർ, ഈ കുട്ടി ആ തരത്തിൽപ്പെട്ടതല്ല. ആരും കണ്ടതായി പറയുന്നില്ല. ഹോസ്റ്റലേഴ്സോ റൂംമേറ്റ്സോ ആരും. നോക്കൂ മിസ്റ്റർ, ആ കുട്ടിയുടെ ശരീരത്തിൽ മയക്കുമരുന്നുകൾ ചെല്ലുന്നതായി ഡയഗ്നോസിസ് റിപ്പോർട്ട്സ് കാണിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടാവാം, ചിലപ്പോ ആ കുട്ടി പോലും അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ടാവാം. ക്രാക്ക് എന്നു പേരുള്ള ഒരുതരം മയക്കുമരുന്നുണ്ട്. 1 or 2 തവണത്തെ ഉപയോഗം ഒരാളെ അതിന് അഡിക്റ്റ് ആക്കും. ഐ തിങ്ക് ഷി ഹസ് ട്രൈഡ് ദാറ്റ്. എന്റെ പൊന്ന് സാറേ, ചതിക്കരുത്. വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാ. ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്ന് കലർത്തി പെമ്പിള്ളേർക്ക് കൊടുത്തിട്ട് വേണോടാ നിന്റെ വയറ്റിപ്പഴപ്പ്. ഇന്നത്തോടെ നടത്തുന്ന ഈ ബിസിനസ് അല്ലെങ്കിൽ. അയ്യോ, സ്വാമി പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല സ്വാമി.
സാർ പോലീസിനെ വിളിക്കണം. ക്യാമ്പസിനകത്ത് പോലീസിനെ കയറ്റാൻ പാടില്ല സ്വാമി. ഇനി ഈ ക്യാമ്പസിനകത്ത് ആ വിഷം വെക്കാൻ കൊണ്ടുവന്ന് അരിഞ്ഞു ഞാൻ പട്ടിക്കെറിഞ്ഞു കൊടുക്കും, മനസ്സിലാക്കണം. എങ്ങനെയുണ്ട് ചാന്ദിനിക്ക്? ആ ഏതോണ്ട് ബോബിയുടെ കാര്യം അവനാകെ തകർന്നിരിക്കുക. അവളുടെ പേരൻസിനെ അറിയിച്ചെന്നല്ലേ പറഞ്ഞത്? ആ അവര് നാളെ മറ്റന്നാളെ എത്തും. അച്ഛനെ പ്രിൻസിപ്പൽ തിരക്കുന്നു. പ്രധാനപ്പെട്ട 2 ന്യൂസ് ഉണ്ട് പറയാൻ. ഒന്നൊരു സാഡ് ന്യൂസ്, മറ്റൊന്നൊരു ഗ്ലാഡ് ന്യൂസ്. സാഡ് ന്യൂസ്, തന്റെ അഡ്മിഷൻ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നു. ഗ്ലാഡ് ന്യൂസ്, ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കുന്നു. സാർ തന്റെ കാര്യത്തിൽ സ്ട്രോങ് ആയി നിന്നതിന്റെ പ്രതികാരം തീർത്തതാ മാനേജ്മെന്റ്. അവരെനിക്ക് ട്രാൻസ്ഫർ അടിച്ചിരിക്കുന്നു. അതിനെനിക്ക് മനസ്സില്ല. കഴിഞ്ഞുകൂടാൻ എനിക്ക് ബുക്സിന്റെ റോയൽറ്റി കിട്ടാനുണ്ടോ ധാരാളം. പിന്നെ വീട്ടിൽ പോയി വെറുതെ ഇരിക്കുന്നതിന്റെ ബോറടി ഓർക്കുമ്പോൾ ഒരിത്, അത്രേ ഉള്ളൂ. താനെന്താ ഒന്നും മിണ്ടാത്തത്? രാജിവെക്കാൻ സാർ ഉറച്ചോ? പിന്നെ അതാടോ നല്ലത്. 2 ആഴ്ച കൂടെ ഞാനിവിടെ കാണും. നമുക്ക് വിശദമായിട്ടൊന്ന് കൂടണം. പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ശരിയാ സാറേ, പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? അവസാന കാലത്താ കണ്ടതെങ്കിലും താനൊരു റിലീഫായിരുന്നു. എടാവേ, പ്രിൻസിക്ക് ട്രാൻസ്ഫറാ. ആ വലിയ മനുഷ്യന് നമ്മളൊരു യാത്രയപ്പ് കൊടുക്കുന്നു. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പുല്ലും പ്രതീക്ഷിക്കണ്ട. പക്ഷെ നമ്മളത് ചെയ്യുന്നു. എന്നാ പറയുന്നു? ആരാടാ ഞാൻ എവിടെയാ? എനിക്കറിയില്ല. അത് അസനെ അറിയൂ. ബ്ലാക്ക് സ്പ്രിംഗിലെ dirty rat, where's the son of a bitch? Tell me.
നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയണം. അച്ഛാ വിഷ്ണുവിന്റെ ഡി പൊക്കിക്കൊണ്ടുപോയി. എടാ അവനെ വല്ലതും ദ്രോഹിച്ചാലുണ്ടല്ലോ. പറയണം. എവിടെ അവനെ കൊണ്ടുപോയത്? പറയ്. बोल कौन है जानी, बोल. उसको हमसे टकराने तक का हिम्मत आया है, वो भी टीडी से. അച്ഛാ വിഷ്ണു അപകടത്തില, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ ഒന്ന് പേടിക്കാതിരിക്കണ്ട ബോബി, അവനൊന്നും സംഭവിക്കില്ല. അവന്റെ മാള എവിടാന്ന് പറയടാ. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. मैं टीडी बोलता हूँ. तुम्हारा लड़का मेरे पास है. हसन को छोड़ दे, नहीं तो अभी उसका डेड बॉडी भेजता हूँ. क्या എടാ എന്റെ ചെറുക്കന്റെ ദേഹത്തൊരു പോറേൽപ്പിച്ച കീറിക്കളയും ഞാൻ. टीडी एक बार सिर्फ बोलेगा क्या? 30 मिनट का टाइम देता हूँ, उससे पहले हसन मेरे पास चाहिए. क्या 30 മിനിറ്റ് അല്ല 30 മണിക്കൂർ കഴിഞ്ഞാലും ഹസൻ വിടുന്ന പ്രശ്നമില്ല. നീ ഇവിടെ വരണം. ഹലോ ഹലോ. जॉनी तो मेरे को नहीं जानता है, मगर तू तो जानता है ना. टीडी क्या कर सकता है? सुअर का बच्चा. बोल. ജോണി, പിള്ളേർക്കെല്ലാം വിഷ്ണുവിന്റെ കാര്യം ടെൻഷൻ എനിക്കുണ്ട് സാറേ. പോലീസിനെ അറിയിക്കുന്നതാണ് ബുദ്ധി, ഇല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചാൽ കൂടുതൽ കുഴപ്പമാവുള്ളൂ. ഇവനെ വിട്ടേക്ക് അച്ചായ. വിട്ടാലോ? എടാ ആകെയുള്ള ഒരു തുരുമ്പ മറ്റവനെ പിടിക്കാൻ. വിഷ്ണുവിനെ അയാൾ വല്ലതും ചെയ്യൂ. എടാ അവനൊന്നും ചെയ്യല്ല, ചുമ്മാ വിരട്ടുന്നവൻ. मैं तेरे को मारूंगा, अभी एकदम नहीं मारूंगा, धीरे धीरे करके मारूंगा. कैसे जानता है? ഡി കുഴപ്പക്കാരനാ, അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. എടാ അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നേ. അവന്റെ കളി ഇന്നത്തോണ്ട് തീരണം. ഈ കളി അപകടമാണ്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ സാറൊന്ന് പേടിക്കാതെ നിൽക്കണം. ജോണി, അയാൾ 1/2 മണിക്കൂർ എന്നാ പറഞ്ഞത്. എന്റെ സാറേ അവന്റെ വാക്കേട്ട് ഇവനെ വിട്ടാലുണ്ടല്ലോ പിന്നെ. ജോണി, നമുക്കുണ്ടായിട്ടുള്ള പഴയ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി സാറേ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്, ഇത് ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കണം. കഴിഞ്ഞ കുറെ കാലമായിട്ട് അവൻ ഈ ക്യാമ്പസിനകത്ത് കാണിക്കുന്ന പോക്കെടുത്തിരുന്നത് യാതൊരു ലിമിറ്റും ഇല്ല. എത്ര പിള്ളേരാ ഡ്രഗ് അടിച്ചായത്. കോച്ച് മോഹനകൃഷ്ണൻ, അത്ലറ്റ് ആനി ജോൺ, ഞാനൊന്നും പറയണ്ടല്ലോ. बच्चे, ये टीडी का दुनिया है, समझे? इस दुनिया में आके अभी तक कोई वापस नहीं गया. क्या हिम्मत है तो उसको आके लेके जा. बोले അച്ചായ നമുക്ക് വാശി വേണ്ട. വിഷ്ണുവിന്റെ കാര്യം ഓർക്കുമ്പോ ഇവനെ വിട്ടേക്ക് അച്ചായ, പ്ലീസ്. ശരി, പക്ഷേ ഇവൻ തനിച്ചിവിടുന്ന് പോവില്ല, കൂടെ ഞാനും ഉണ്ടാവും. मैंने आधे घंटे का टाइम दिया था उसको, अभी तक उसने हसन को नहीं छोड़ा. क्यों? बोल बोल क्यों? ഇവന്റെ വാശിയായതിന് കാരണം എറിയവൻ.
ദുഷ്ടനാ. ഇപ്പൊ തൃപ്തിയായില്ലേ? ഇല്ലേ? പൊക്കോ. നിങ്ങൾ എന്റെ ആരുമല്ല. പൊക്കോളാൻ. പൊക്കോ. ജോണി അറിയില്ല. എനിക്ക് ജോണിയെ കാണണം. അറിയില്ലെന്ന് പറഞ്ഞില്ലേ? പോയി തിരക്കണം. ബോബി, ജോണി എപ്പോ വരുമെന്ന് പറയൂ. വരും. ഇനി ഒരു മരണം കൂടെ നടക്കുമ്പോ അത് കാണാൻ. അയാൾ ഒരു ക്രൂരനാണ്. മൈൻഡ് യുവർ വേർഡ്സ്. ജോണിയെ കുറിച്ച് നിനക്കെന്തറിയാം? ഓരോ ദിവസം ചെല്ലും തോറും കാഴ്ചശക്തി കുറഞ്ഞു വന്ന് അന്ധനായിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധമേ എനിക്ക് അയാളോട് ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ രോഗം ഒരിക്കലും മാറില്ല എന്നറിയുന്നതുവരെ. ഒപ്റ്റിക് അട്രോഫി എന്നാണ് അതിന്റെ പേര്. തലച്ചോറിൽ നിന്നും കണ്ണിലേക്കുള്ള ഒപ്റ്റിക് നെർവ്സ് കുറേശ്ശായി ദ്രവിച്ചു തുടങ്ങും. ഒടുവിൽ ആ ഞരമ്പുകളുമായുള്ള ബന്ധം കണ്ണിന് നഷ്ടപ്പെടും. അതോടെ കണ്ണിൽ ഇരുട്ട് വീഴുകയായി. ഇറ്റ് ഈസ് ഇറിക്കവറബിൾ. ചികിത്സ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. കാഴ്ച നഷ്ടപ്പെടുന്ന നിമിഷം എത്തും മുമ്പ് എല്ലാം കണ്ടു കൊതി തീരാൻ, സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ, അതിനാ അയാൾ ഈ കോളേജിൽ ചേർന്നതും നിങ്ങളുടെ കൂടെ കുസൃതികളും തമാശകളുമായി കൂടിയതും ഒക്കെ. ഒരപേക്ഷയുണ്ട്. നിങ്ങൾ ജോണിയെ ചെന്ന് കാണണം. മാപ്പ് പറഞ്ഞ അയാളെ തിരിച്ചു കൊണ്ടുവരണം. ബോബി, നീ എറിഞ്ഞ കല്ല് അയാളുടെ ഉള്ളിലാ കൊണ്ടത്. ജോണി, നിനക്ക് എന്ത് പറ്റി മോനെ? ഒരു കൈപ്പഴ പറ്റിയച്ചോ. പിഴയ്ക്കുന്നച്ചോ. കൈ പിഴയ്ക്കുന്നു, കണ്ണ് ചതിക്കുന്നു. നിന്റെ കൈ പിഴച്ചു വന്നു. എന്താ സംഭവിച്ചെന്ന് ഒന്ന് വ്യക്തമായി പറയൂ ജോണി.
ഇത്രയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. കണക്ക് നോക്കിയാൽ നഷ്ടം എനിക്കാണെങ്കിൽ എന്നെ ഇനി ഇതിലേക്ക് വലിച്ചഴച്ചാ എല്ലാത്തിനെയും കൊന്നേ ഞാൻ മാറും.